ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം അധ്യായം 19, 17 മുതൽ തിരുവചനങ്ങൾ. അവൻ സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോടിടം ഹെബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെ ക്രൂശിച്ചു. അവനോടൊപ്പം മറ്റു 2 പേരെയും, യേശുവിനെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലായും. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ധ്യാനത്തിലേക്കും കടന്നു വരുന്നൊരു ചിത്രമാണ് തിരുവചനത്തിലൂടെ ഇപ്പോൾ നാം ശ്രവിച്ചത്. ഗോൽഗോഥായുടെ നെറുകയിൽ ഉയർന്ന 3 കുരിശുകൾ. നടുവിലായി ലോകരക്ഷകനായ ഈശോമിശിഹായുടെ കുരിശ്, വലതുവശത്ത് ഒരു കള്ളൻ, നല്ല കള്ളൻ എന്ന് വിശേഷിക്കപ്പെടുന്നവൻ, ഇടതുവശത്ത് രക്ഷപ്പെടാൻ സാധിക്കാതെ പോയ മറ്റൊരു കള്ളനും. ഗാഗുൽത്തായുടെ നെറുകയിലെ നടുവിൽ നിൽക്കുന്ന ആ കുരിശിലേക്ക് നമ്മുടെ ധ്യാന വിചാരങ്ങളെ നമുക്ക് തിരിക്കാം. ആ കുരിശ് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു കുരിശാണ്. ആ കുരിശിൽ നിന്നാണ് ലോകം രക്ഷയും ജീവനും കരുണയും സ്വീകരിച്ചത്. ആ കുരിശിലേക്ക് നമ്മൾ ചെവികൾ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഏതാനും മൊഴികൾ കേൾക്കാനാവും. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഈശോമിശിഹ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഏറ്റവും ഹൃദയസ്പർശിയായ പ്രാർത്ഥന. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മയെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട്, ഇതാ നിന്റെ അമ്മ എന്ന്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കുരിശ് പൂത്തുലഞ്ഞ് ഫലങ്ങൾ ചൂടി നിൽക്കാൻ കാരണം അവിടുന്ന് മൊഴിഞ്ഞ ഈ വചനങ്ങളിൽ വ്യക്തമാണ്. ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ലോകത്തിൻ്റെ അവസാനം വരെയുള്ള ഏറ്റവും ഉദാത്തമായ മാതൃകയായി ഗാഗുൽത്തായുടെ നെറുകയിലെ ക്രൂശിൽ തൂങ്ങി നിൽക്കുന്ന ഈശോമിശിഹ നിലകൊള്ളുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവന് രക്ഷപ്പെടാനാവുമെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുന്ന് ബലിവസ്തുവും ബലി അർപ്പകനുമായിട്ടാണ് ആ കുരിശിൽ കിടക്കുന്നത്. വിശുദ്ധ കുർബാന വഴിയാണ് നീ കുരിശിന്റെ ഫലങ്ങൾ പ്രാപിക്കുന്നതെന്ന് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പൂത്തൊലഞ്ഞു നിൽക്കുന്ന ആ കുരിശിന്റെ വലതുവശത്ത് മറ്റൊരു കുരിശുണ്ട്, നല്ല കള്ളൻ തൂങ്ങിക്കിടക്കുന്ന കുരിശ്. അവൻ നല്ല കള്ളനായി തീർന്നത് തന്നെ ഈശോയിലൂടെ രക്ഷിക്കപ്പെടാമെന്ന് ആ കുരിശിൽ കിടന്നപ്പോൾ അവന് ബോധ്യം വന്നതുകൊണ്ടാണ്. അവിടുന്ന് പർദീസായിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് അവൻ അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. അവസാന നിമിഷത്തിൽ സ്വർഗം മോഷ്ടിച്ചവനായി ആ കള്ളനെ ലോകം വിവക്ഷിക്കാറുണ്ട്. ലോകരക്ഷകനായ ഈശോയിലേക്ക് ഏത് നിമിഷത്തിലാണ് നാം കടന്നു ചെല്ലുന്നതെങ്കിലും രക്ഷ നമുക്ക് തീർച്ചയായിട്ടും കരഗതമാകും എന്ന് നല്ല കള്ളൻ്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇടതുവശത്തുള്ള കുരിശ് ശിക്ഷയുടെ പര്യായമായി ഇന്നും ലോകത്തിന് മുമ്പിൽ നിലകൊള്ളുകയാണ്. അവസാന നിമിഷത്തിൽ പോലും സ്വന്തമാക്കാമായിരുന്ന രക്ഷ നഷ്ടപ്പെടുത്തി കളഞ്ഞവൻ, നിരാശയിലും ശാപവാക്കുകളിലും ഒരിക്കലും പൊറുക്കാത്ത, ക്ഷമിക്കാനാവാത്ത ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി കിടന്ന ആ മനുഷ്യൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുരിശുകൾ ദൈവം സമ്മാനമായി നൽകിയിട്ടുണ്ട്. നമുക്ക് വേണ്ടിയും നിയോഗിക്കപ്പെട്ടതും നമ്മുടെ ജീവിതത്തിൻ്റെ നെറുകയിൽ നാട്ടപ്പെട്ടതുമായ ഒരു കുരിശുണ്ട്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ അനുദിനം സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുവാൻ അവിടുന്ന് ആഹ്വാനം ചെയ്തില്ലേ? ആ കുരിശിൽ നമുക്ക് നമ്മുടെ ജീവിതബലി പൂർത്തിയാക്കണം. അപ്പോൾ മാത്രമാണ് ഈ ദുഃഖവെള്ളി ആചരണം നമ്മെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്താകുന്നത്. അതിനായി നിരുപാധികമായി എല്ലാവരോടും ക്ഷമിക്കുവാൻ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പോരായ്മകളും പരിഹരിക്കപ്പെടുവാൻ, വിശുദ്ധ കുർബാനയിൽ ശരണപ്പെട്ടുകൊണ്ട് ഈശോ നൽകുന്ന രക്ഷയിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് ഏവർക്കുമാകട്ടെ. ഈ ദുഃഖവെള്ളി ആചരണം നമ്മെ മറ്റൊരു പുതിയ മനുഷ്യനാക്കി മാറ്റട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.